വെൽക്കം ടു ഗ്രേഡിയൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. നമ്മളിന്ന് രണ്ട് കാര്യങ്ങൾ പഠിക്കുന്നതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ മഴയുണ്ടോ? ഇവിടെ ഭയങ്കര മഴയും കാറ്റുമാണ്. 2 ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കറണ്ട് ഇല്ലായിരുന്നു. ഇന്നലെ വന്നു, ഇതുവരെ പോയിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഒരു അന്തരീക്ഷം കണ്ടിട്ട് ഉടനെ തന്നെ പോകുമെന്നാണ് തോന്നുന്നത്. ഭയങ്കര കാറ്റും മഴയും ഒക്കെയാണ്, ഒരു രക്ഷയുമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കുന്നതിന് അതൊരു തടസ്സമാവാൻ പാടില്ല. അപ്പോൾ കിട്ടുന്ന അവസരത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. സോ എസ്റ്റേഴ്സ് എന്നാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്. എന്തുവാണ് എസ്റ്റർ എന്ന് പറഞ്ഞാൽ? നിങ്ങളിങ്ങനെ ആലോചിക്കുക, എസെൻസുകൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട് അല്ലേ? നമ്മൾ ഈ പറയുന്ന കേക്ക് ഉണ്ടാക്കുമ്പോൾ, ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ, പെർഫ്യൂംസിനകത്തൊക്കെ പല പല വസ്തുക്കളുടെയും എസെൻസ്, അതിൻ്റെ മണം കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ എസെൻസ് ആഡ് ചെയ്യും. അങ്ങനെ എസെൻസുകളാണ് എന്തെന്ന് പറയുന്നത്, എസ്റ്ററുകൾ എന്ന് ഓർത്ത് വെച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ഫ്രൂട്ടിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഫ്ലവറിൻ്റെയൊക്കെ മണം കിട്ടാൻ വേണ്ടിയിട്ട് കെമിക്കലി നിർമ്മിക്കുന്ന സാധനങ്ങളാണ് ഈ പറയുന്ന എസ്റ്ററുകൾ എന്ന് പറയുന്നത്. എസ്റ്റർ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ആൾക്കാരെ നമ്മൾ പരസ്പരം എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യിക്കും. ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കാർബോക്സിലിക് ആസിഡിനെയും അതുപോലെ തന്നെ ആൽക്കഹോളിനെയും പരസ്പരം റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എസ്റ്ററുകൾ ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് അപ്പോൾ അതാണ്. എസ്റ്റേഴ്സ് ആർ ഫോംഡ് വെൻ ആൽക്കഹോൾ റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ് ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് എസ്റ്ററിഫിക്കേഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എസ്റ്റേഴ്സ് ഉണ്ടാകാൻ എന്തൊക്കെ വേണം? ആൽക്കഹോൾ വേണം. ഏത് ആൽക്കഹോൾ വേണമെങ്കിലും ആവാം. അപ്പോൾ നമുക്ക് ജനറലായിട്ട് അവർ എന്തെന്ന് ഡിനോട്ട് ചെയ്യാം, R ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഒരു R ഡാഷും ഒരു OH എന്ന് പറയുന്നതാണ് മൊത്തത്തിൽ നമ്മൾ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്, ആൽക്കഹോളുകൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്, ഹൈഡ്രോക്സിൽ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോഴാണ് അവർ ആൽക്കഹോൾ. ഇനി ഈ പറയുന്ന ആറിനോടൊപ്പം COOH ആണെങ്കിൽ ഇതാണ് എന്ത്, കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും പരസ്പരം എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കാണുന്ന ഈ H ഉണ്ടല്ലോ, ഇവൻ പുറത്തു പോകും. ഇവ എന്ത് ചെയ്യും, പുറത്തു പോകും. അപ്പോൾ ആരുമായിട്ട് ചേരും, ഈ കാണുന്ന OH ആയിട്ട് ചേരും. ആരുമായിട്ട് ചേരും, ഈ പറയുന്ന OH ആയിട്ട് ചേരും. എന്നിട്ട് ഇവിടെ കിടക്കുന്ന ഈ പറയുന്ന R ഡാഷ് എന്ത് ചെയ്യും, ഈ COOയുടെ കൂടെ വന്നങ്ങ് ചേരും. അപ്പോൾ എന്താ പറ്റുന്നത്, R ഡാഷ് OH. ഈ R ഡാഷ് എന്ന് വെച്ചാൽ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഒരു ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, R ഡാഷ് എന്ന് വെച്ചാൽ നമ്മൾ CH3CH2 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ആ സാധനമാണ് എന്തെന്ന് പറയുന്നത്, ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പിന് ജനറലിയാണ് നമ്മൾ R എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു R ഡാഷ് OH, അതായത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പും ഒരു OHും ചേരുമ്പോൾ ഒരു ആൽക്കഹോളായി. അതുപോലെ തന്നെ ഒരു ആറും ഒരു COOHും ചേരുമ്പോൾ എന്തായി, ഒരു കാർബോക്സിലിക് ആസിഡായി. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ പറയുന്ന H ഇവിടുന്ന് സെപ്പറേറ്റ് ആകും. ഈ H ആരുമായിട്ട് വന്ന് ചേരും, ഈ പറയുന്ന OHുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ COO അല്ലേ ബാക്കിയുള്ളൂ. പിന്നെ ഇവിടെ എന്താണ് ബാക്കി ഉണ്ടാകുന്ന, COO. ഈ COOയിലോട്ട് ഈ R ഡാഷ് എന്ത് ചെയ്യും, വന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും, RCOO R ഡാഷ്, RCOO R ഡാഷ്. ഇതാണ് ഒരു എസ്റ്ററിൻ്റെ അടിസ്ഥാന ഫോർമുല എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ എഴുതിയേക്കുന്ന ഈ രൂപത്തിലല്ലല്ലോ. സംഭവം എന്താണ് നമുക്കറിയാം അല്ലേ? നമ്മൾ ഈ പറയുന്ന R ഡാഷ് കഴിഞ്ഞിട്ട് ഒരു OH എന്ന് പറയുന്ന ആൽക്കഹോളിനെ കാണിക്കും. അതുപോലെ ഒരു R കഴിഞ്ഞിട്ട് COOH, ഇങ്ങനെ കാർബൺ, ഡബിൾ ബോണ്ട് ഓക്സിജൻ, സിംഗിൾ ബോണ്ട് OH, ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത്. ഇവിടെയാണ് എന്ത് പറ്റുന്നത്, ഈ H ആണ് എന്ത് ചെയ്യുന്നത്, ഓടിപ്പോയിട്ട് ഇവിടെ ചേരുന്നത്. Hഉം OHും കൂടി ചേരുമ്പോൾ എന്തുണ്ടാവും, H2O ഉണ്ടാവും. ബാക്കി ആരാ ഉള്ളത്, പിന്നെ ഉള്ളത് R, C, ഡബിൾ ബോണ്ട് O, പിന്നെ ഒരു സിംഗിൾ ബോണ്ട് ഓക്സിജൻ, പിന്നെ ഒരു ബോണ്ട്. ഈ പറയുന്ന H പോയതുകൊണ്ട് അവിടെ ഒരു ബോണ്ട് ലെഫ്റ്റ് ആവും. ആ ബോണ്ടിലോട്ട് ആര് വന്ന് ചേരും, ഈ പറയുന്ന R ഡാഷ് വന്ന് ചേരും. അപ്പോൾ മുകളിൽ കിട്ടുന്ന പോലെ കണ്ടോ, R, C ഡബിൾ ബോണ്ട് O, R ഡാഷ്. ഇത് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു എസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഒരു എസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് എസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എസ്റ്റേഴ്സ് ആർ ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് എൻ ആൽക്കഹോൾ വിത്ത് ആൻ കാർബോക്സിലിക് ആസിഡ്. ഒരു ആൽക്കഹോൾ ഒരു കാർബോക്സിലിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബോക്സിലിക് ആസിഡിലുള്ള H ചെന്നിട്ട് ആസിഡിലുള്ള OHുമായിട്ട് ചേർന്നിട്ട് H2O ആയിട്ട് മാറുന്നു. ബാക്കി ഈ പറയുന്ന RCOയുടെ കൂടെ എന്ത് ചെയ്യുന്നു, R ഡാഷ് കൂടെ വന്ന് ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു എസ്റ്റർ കിട്ടുന്നത്. അപ്പോൾ ജനറൽ റിയാക്ഷൻ RCOO RO. അപ്പോൾ ഇതെങ്ങനെ വന്നെന്നുള്ളത് കാണാതെ പഠിച്ചാൽ നമുക്ക് ഓർമ്മയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആ മെക്കാനിസം നിങ്ങൾക്ക് പറഞ്ഞത്. മെക്കാനിസം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എസ്റ്റർ സിമ്പിളാണ്.
ഫസ്റ്റ് എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് എക്സാമ്പിളാണ്. നോക്കിയേ, ഈഥൈൽ എത്തനോയേറ്റിൻ്റെ പ്രിപ്പറേഷനാണ്. എന്താണ് ഈഥൈൽ എത്തനോയേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്തനോയിക് ആസിഡും എന്തുവാണ്, എത്തനോയിക് ആസിഡും ഈഥൈൽ ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എസ്റ്ററാണ് ഈഥൈൽ എത്തനോയേറ്റ്. എത്തനോയിക് ആസിഡും എന്താണ് എത്തനോളും, എത്തനോയിക് ആസിഡും എത്തനോളും. നമുക്ക് നോക്കാം എങ്ങനെ റിയാക്ഷൻ നടക്കുന്നതെന്ന്. ഫസ്റ്റ് എത്തനോയിക് ആസിഡ് ആകുമ്പോൾ മെത്ത് എത്ത് 2 കാർബൺ വേണം. അത് ഒരു കാർബൺ എന്ന് വെച്ചാൽ COOHൻ്റെ കാർബണും മറ്റൊന്ന് പറയുന്നത് എന്തായിരിക്കും, CH3 ആയിരിക്കും. ഇതാണ് സാധനം. റിയാക്ട് ചെയ്യുന്നു ആരുമായിട്ട്, എത്തനോളുമായിട്ട് അല്ലേ. അപ്പോൾ CH3 മെത്ത്, CH2 എത്ത്, OH ആയിട്ട് റിയാക്ട് ചെയ്യും. എന്ത് പറ്റും, ഈ Hഉം ഈ OHഉം തമ്മിൽ റിയാക്ട് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും, H2O ഉണ്ടാകും. പിന്നെ ഈ പറയുന്ന CH3COO ബാക്കിയുണ്ട്. അവനോടൊപ്പം ആര് വന്ന് ചേരും, CH3CH2 വന്ന് ചേരും. ഒരുമിച്ച് എഴുതുമ്പോൾ CH3COO, CH3COO, CH3CH2, CH3CH2 ചേരുമ്പോൾ കിട്ടുന്നതാണ് ഈഥൈൽ എത്തനോയേറ്റ് പ്ലസ് വാട്ടർ. ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അല്ല, ഇവിടുത്തെ റിയാക്റ്റൻസ് ആരൊക്കെയാണ്, ഇവിടെ 2 റിയാക്റ്റൻസ് ആണ് ഉള്ളത് അല്ലേ. ഏതൊക്കെയാണ്, എത്തനോയിക് ആസിഡും അതുപോലെ തന്നെ എന്താണ് എത്തനോളും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എത്തനോയിക് ആസിഡിനകത്ത് എന്തുണ്ടാവും, COOH ഉണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എത്തനോളിനകത്ത് എന്തുണ്ടാവും, OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടാവും. 2 ഫങ്ഷണൽ ഗ്രൂപ്പ്, OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പും COOH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് എന്ത് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എസ്റ്ററായിട്ടുള്ള ഈഥൈൽ എത്തനോയേറ്റ് ഫോം ചെയ്യുന്നത് എത്തനോയിക് ആസിഡും എത്തനോളും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ്. നമുക്കിതിപ്പോൾ എത്തനോയിക് ആസിഡ് എത്തനോൾ എന്നല്ല എന്ത് തന്നാലും നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. കാരണം ഇടതുവശത്തുള്ളത് ആരായിരിക്കും, ഈ COOH എന്ന് പറഞ്ഞാൽ അത് കാർബോക്സിലിക് ആസിഡ്, COO എന്ന് പറയുമ്പോൾ അത് എസ്റ്റർ. COOയുടെ ഇടതുവശത്ത് ഒരാളുണ്ടാവും, വലതുവശത്ത് ഒരാളുണ്ടാവും. ഇടതുവശത്തുണ്ടാവുന്ന ആൾ എന്തായിരിക്കും, ഇടതുവശത്തുണ്ടാവുന്ന ആളിനെയും COയെയും കൂടി ചേർത്താൽ നമുക്ക് അവിടുത്തെ എത്തനോയിക് ആസിഡ് ഏതാണെന്നുള്ളത് കിട്ടും. ഇപ്പുറത്തുള്ള ആളിനോടൊപ്പം ഒരു OH ആഡ് ചെയ്താൽ അവിടുത്തെ ആസിഡ് ഏതാണെന്ന് നമുക്ക് കോമൺ ആയിട്ട് കിട്ടും അല്ലേ. സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത്, നമ്മുടെ എസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് നോക്കാം വാട്ട് ആർ എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ഫോംഡ് വെൻ ആൻ ആൽക്കഹോൾ റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ്. റിയാക്ഷൻ വിളിക്കുന്ന പേര് എസ്റ്ററിഫിക്കേഷൻ. അപ്പോൾ ഒരു കാർബോക്സിലിക് ആസിഡിനെയാണ് നമ്മൾ RCOO എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതും ആൽക്കഹോളിനെയാണ് നമ്മൾ R' എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു കാറ്റലിസ്റ്റ് ഉണ്ട്, സാധാരണ സൾഫ്യൂരിക് ആസിഡാണ് വരുന്നത്. ടെസ്റ്റ് പറയാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ എന്ത് പറ്റും, H പോയിട്ട് OHനോട് ചേരും, RCOO ബാക്കിയുണ്ടാവും, അതിനോടൊപ്പം ഈ പറയുന്ന R' വന്ന് ചേരും. അപ്പോൾ RCOO R' പ്ലസ് വാട്ടർ ആണ് എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്. ജനറൽ ഫോർമുല RC ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് O അവിടെ R' വന്ന് ചേരുന്നു. അതിൽ R എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ ചെയിനുകളെ കാണിക്കുമ്പോൾ ഈ പറയുന്ന COO എന്നതാണ് എസ്റ്ററിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എസ്റ്ററിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് COO. അപ്പോൾ നമ്മൾ OH പഠിച്ചു, COOH പഠിച്ചു, CHO പഠിച്ചില്ലേ. അതുപോലെ COO എന്ന് പറയുന്നത് കണ്ടാൽ അത് എസ്റ്റർ ആണെന്ന് മനസ്സിലാക്കുക. COO കോ എന്ന് പറയുന്നത് എന്താണ്, എസ്റ്റർ എന്ന് മനസ്സിലാക്കുക. അതിൽ ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്, ഈഥൈൽ എത്തനോയേറ്റിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ ഈഥൈൽ എത്തനോയേറ്റ് ആകാനൊക്കെ എന്താണ് വേണ്ടത്, എത്തനോയിക് ആസിഡ് അല്ലേ. ഈ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്താണ് എത്തനോയിക് ആസിഡ്. ഈഥൈലാവുമ്പോൾ എന്താണ്, ഈഥൈൽ ആൽക്കഹോള് രണ്ടും കൂടി തമ്മിൽ ചേരുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, ഈഥൈൽ എത്തനോയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എത്തനോയേറ്റ് ഈ OAT വരുമ്പോൾ അതെന്താണ് എസ്റ്റർ എന്ന് ഓർത്ത് വയ്ക്കുക. ഇതാ കിടക്കുന്നു എത്തനോയിക് ആസിഡ്, ഇതാ കിടക്കുന്നു എത്തനോള്, രണ്ടും കൂടെ റിയാക്ട് ചെയ്യുന്നു. സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഈഥൈൽ എത്തനോയേറ്റ് കിട്ടുന്നു. എത്തനോയിക് ആസിഡും എത്തനോളുമാണ് റിയാക്ടൻ എന്ന് പറയുന്നത്. എത്തനോയിക് ആസിഡിൻ്റെ COOH ഓയിക് ആസിഡ്, അതുപോലെ OH എന്ന് പറയുന്ന ആൽക്കഹോൾ രണ്ടുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതെവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ദേ ഹാവ് എ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവറിൻ്റെയും ഫ്രൂട്ടിൻ്റെയും ഒക്കെ എന്താണ് ഫ്രാഗ്രൻസ് ഇവർക്ക് കിട്ടും. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ പെർഫ്യൂമും ജ്യൂസും ഒക്കെ ഉണ്ടാക്കുന്നിടത്താണ് നമ്മൾ എസ്റ്റർ യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എസൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് എസ്റ്റർ. അങ്ങനെ കുറച്ച് കോമൺ ആയിട്ടുള്ള എസ്റ്ററുകൾ നോക്കി വയ്ക്കണം, പേര് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അതായത് ഐസോ അമൈൽ അസറ്റേറ്റ് ബനാനയുടെ ഫ്രാഗ്രൻസ് കിട്ടാൻ ഉപയോഗിക്കുന്നു. ഐസോ അമൈൽ അസറ്റേറ്റ് ബനാന ഫ്രാഗ്രൻസ് കിട്ടാൻ ഉപയോഗിക്കുന്നു. ബെൻസൈൽ എത്തനോയേറ്റ് ജാസ്മിൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഒക്ടൈൽ എത്തനോയേറ്റ് ഓറഞ്ച്, അത് ഓർത്ത് വയ്ക്കാം, ഓയും വെച്ച് കണക്ട് ചെയ്യുക അല്ലേ. ഒക്ടൈൽ എത്തനോയേറ്റ് ഓറഞ്ചും. ഈഥൈൽ ബ്യൂട്ടനോയേറ്റ് പൈനാപ്പിൾ ഫ്ലേവർ കിട്ടാൻ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ കോഡും ഒന്നും കണക്ഷൻ വേർഡൊന്നും എനിക്ക് കിട്ടുന്നില്ല, നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഐസോ അമൈൽ അസറ്റേറ്റ് ബനാന,
ഐസോ അമൈൽ അസറ്റേറ്റ് ബനാന, ആന, അമൈൽ എന്നൊക്കെ ഓർത്ത് വെച്ചു. ബെൻസൈൽ എത്തനോയേറ്റ് ജാസ്മിൻ, ബെൻസൈൽ എത്തനോയേറ്റ് ജാസ്മിന്. ഒക്ടൈൽ എത്തനോയേറ്റ് ഓറഞ്ച്, ഓയും വെച്ച് കണക്ട് ചെയ്യാം. ഈതയിൽ ബ്യൂട്ടാനോയേറ്റ് പൈനാപ്പിൾ. ഇതെങ്ങനെയാണ് ഫോം ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഐസോ അമൈൽ അസറ്റേറ്റ് ഫോം ചെയ്ത് എങ്ങനെയായിരിക്കും, എത്തനോയിക് ആസിഡും ഐസോ അമൈൽ ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ. ബെൻസൈൽ എത്തനോയിറ്റ് ഫോം ചെയ്തത് എത്തനോയിക് ആസിഡ് ബെൻസൈൽ ആൽക്കഹോളുമായിട്ട് ചേരുമ്പോൾ. ഒക്ടൈൽ എത്തനോയിറ്റ് ചേർന്നത് എത്തനോയിക് ആസിഡും ഒക്ടൈൽ ആൽക്കഹോളുമായിട്ട് ചേരുമ്പോൾ. ഇതിൽ ബ്യൂട്ടനോയിക് എന്ന് പറയുമ്പോൾ എന്തായാലും ബ്യൂട്ടനോയിക് ആസിഡും ഇതിൽ ആൽക്കഹോളും തമ്മിൽ ചേരുമ്പോൾ. പേരൊന്ന് ഓർത്ത് വയ്ക്കുന്ന അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല. ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഈ പറയുന്ന ഫ്രാഗ്രൻസും അത് തരുന്ന എസ്റ്ററിൻ്റെ പേരും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആളെ വ്യൂവിൽ നോക്കുമ്പോൾ ഇത് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി ഇവിടെ ഒരു ചെറിയൊരു ചോദ്യം തന്നിട്ടുണ്ട്. ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എസ്റ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഫൈൻഡ് ദ എസ്റ്റേഴ്സ് ഫ്രം ദ കോമ്പൗണ്ട് ഗിവൺ ബിലോ. തന്നിട്ടുള്ളതിൽ നിന്ന് എസ്റ്റേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലുള്ള കാർബോക്സിലിക് ആസിഡ് ആൽക്കഹോൾ ഏതാണെന്ന് കണ്ടെത്തുക. നോക്കാം ഇത് ആരൊക്കെയാണ് നമുക്ക് എസ്റ്റർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു COO ഉള്ളവനാണ് എസ്റ്റർ എന്ന് പറയുന്നത്. ഇവിടെ COO ഉണ്ട്, അപ്പോൾ ഇവർ എസ്റ്റർ. ഇവിടെ COOH ആണ്, അപ്പോൾ അല്ല. ഇവിടെ എന്താണ്, OH ആണ്, അല്ല. ഇവിടെയും COO ഉണ്ട്, അപ്പോൾ ഇവ ഒരു എസ്റ്റർ ആണ്. ഇവിടെയും COO ഉണ്ട്, അപ്പോൾ ഇവ ഒരു എസ്റ്റർ ആണ്. ഇവിടെ OH ആണ്, അല്ല. ഇവിടെ OH ആണ്, അല്ല. ഇവിടെ OH ആണ്, അല്ല. ഇവിടെയും COO ഉണ്ട്, അപ്പോൾ ഇവനും എന്താണ്, ഒരു എസ്റ്റർ ആണ്. അപ്പോൾ 1 2 3 4 എണ്ണം കിട്ടി. ഇനി ഇവിടുത്തെ ഈ പറയുന്ന കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും ആരെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാൻ സിമ്പിളായിട്ട് മുമ്പേ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഇവൻ്റെ ഇടതുവശത്ത് കിടക്കുന്ന ഇവനെ അങ്ങ് ചേർത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നെ എഴുതുകയാണ്. അപ്പോൾ CH3 COOH, ഒരു കാർബൺ 2 കാർബൺ, എത്തനോയിക് ആസിഡ്. ഇവിടുത്തെ ആസിഡ് എന്ന് പറയുന്നത് എത്തനോയിക് ആസിഡ്. ഇവിടെയാണെങ്കിലോ CH3 CH2 CH3 CH2 CH2 CH3. പിന്നെ ഒരു OH വരുമ്പോഴായിരിക്കുമല്ലോ എന്താവുന്നത്, ഇവനെ ഈ പറയുന്ന എന്തായിട്ട് മാറുന്നത്, ആൽക്കഹോളായിട്ട് മാറുന്നത്. അപ്പം പ്രൊപ്പനോൾ. അപ്പോൾ എത്തനോയിക് ആസിഡും പ്രൊപ്പനോളും ആണ് ഇവിടുത്തെ ആസിഡും ആൽക്കലി എന്ന് പറയുന്നത്. കറക്റ്റാണ്, കണ്ടോ. ഇത് കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എത്തനോയിക് ആസിഡ്, പ്രൊപ്പനോൾ. ഇതാ ഫസ്റ്റ് ഓപ്ഷൻ ഇവിടെ കിടപ്പുണ്ട്. അതുപോലെ ഈ ഓപ്ഷൻ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്തായിരിക്കും വരുന്നത്, CH3 CH2 COOH. അപ്പം പ്രൊപ്പ്. അപ്പം എന്തായിരിക്കും, പ്രൊപ്പനോയിക് ആസിഡ്. ഇവിടുത്തെ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, CH3OH. അപ്പോൾ എന്തായിരിക്കും, മെത്തനോള്. എന്താണ്, മെത്തനോൾ. ഒരു കാർബൺ അല്ലേ ഉള്ളൂ. ഇവിടുത്തെ കേസ് നോക്കിയേ, ഇവിടുത്തെ ഈ പറയുന്ന കാർബോക്സിലിക് ആസിഡ് ഏതായിരിക്കും, CH3 CH2 COOH. അപ്പോൾ പ്രൊപ്പനോയിക് ആസിഡ് തന്നെയാണ് ഇവിടെയും. ഇവിടെയാണെങ്കിലോ CH2 CH3. അപ്പോൾ CH2 CH3OH, എത്തനോള്. ഇവിടെ എന്ത് വരും, എത്തനോള് വരും. ലാസ്റ്റത്തെ കേസ് ഇവിടെ എന്തായിരിക്കും, പ്രൊപ്പ്. അപ്പോൾ എന്തായിരിക്കും, പ്രൊപ്പനോയിക് ആസിഡ് ആയിരിക്കും ഇവിടുത്തെ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. CH2 CH2 CH3 പ്രൊപ്പ് എന്തായിരിക്കും, പ്രൊപ്പനോൾ ആയിരിക്കും ഇവിടുത്തെ ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തന്നെങ്കിൽ ഞാൻ നോട്ടിൽ വ്യക്തമായിട്ട് 1 2 3 4 എണ്ണത്തിൻ്റെയും ആസിഡും ഏതാണ് ആൽക്കഹോളും എന്നുള്ളത് ഇവിടെ നോട്ട്ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു പോയപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് കൃത്യമായിട്ട് എഴുതാത്തതിൻ്റെ റീസണാണ് പറഞ്ഞത്. അപ്പോൾ അത് വെച്ച് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്താ മനസ്സിലായത്, എസ്റ്റർ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാണ് ഒരു എസ്റ്റർ ഫോം ചെയ്യുന്നത്, ഒരു എസ്റ്റർ ഫോം ചെയ്യുന്നത് 2 പേര് തമ്മിൽ ചേർന്നിട്ടാണ്. ആരൊക്കെ ആയിരിക്കും, ഒരു കാർബോക്സിലിക് ആസിഡും അതുപോലെ തന്നെ ഒരു ആൽക്കഹോളും തമ്മിൽ ചേരുമ്പോഴാണ് ഒരു എസ്റ്റർ ഉണ്ടാകുന്നത്. എസ്റ്റർ കണ്ടുപിടിക്കാൻ COO ഉണ്ടോ എന്ന് നോക്കുക. അതിൻ്റെ ഇടതുവശത്തും വലതുവശത്തും ഒരു ഹൈഡ്രോ കാർബൺ ചെയിൻ ഉണ്ടായിരിക്കും. അതാണ് ഒരു എസ്റ്റർ എന്ന് പറയുന്നത്. ആ എസ്റ്ററിനകത്തുള്ള കാർബോക്സിലിക് ആസിഡ് കണ്ടുപിടിക്കാൻ ഈ ഇടതുവശത്തുള്ളവനെയും ഈ COOയും ഒരു H ചേർത്ത് കൊടുത്താൽ മതി. അവിടുത്തെ ആൽക്കഹോളിനെ കണ്ടുപിടിക്കാനായിട്ട് ഈ പറയുന്ന ആറിനോടൊപ്പം ഒരു OH കൂടെ ഇട്ട് കൊടുത്താൽ മതി. കാരണം എസ്റ്റർ ഫോം ചെയ്യുമ്പോൾ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് വാട്ടറാണ്. അതിനകത്ത് ഒരു Hഉം ഒരു OHും ആണുള്ളത്. അവർ രണ്ടുപേരും അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്താൽ നമുക്ക് കാര്യങ്ങൾ ഈസിയായി. ഇങ്ങനെയാണ് നമ്മൾ എന്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എസ്റ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ എസ്റ്റർ ഏതാണെന്ന് പറയുന്നതോടുകൂടി നമ്മുടെ പരിപാടി തീരുന്നു. ഇവിടെ ആകെ ബുദ്ധിമുട്ട് വരുന്നത് ഈ പറയുന്ന പേരുകളും ഈ സാധനവും ഒന്ന് ഓർത്ത് വയ്ക്കുന്നതിനാണ്. 1 2 തവണ എഴുതി പഠിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സെറ്റാവും.
ലാസ്റ്റ് വരുന്നു മെഡിസിൻസ്. നമുക്ക് മെഡിസിൻസും ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടുകൾ പലതും ചേർന്നൊക്കെ ഉണ്ടാക്കുന്നതാണ് അല്ലേ. കെമിസ്ട്രിയിലാണ് ഈ പറയുന്ന മെഡിസിൻസ് പ്രിപ്പറേഷനും ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് മെഡിസിൻസിൻ്റെ കാറ്റഗറിയും അതിൻ്റെ ഫംഗ്ഷനും അതിൻ്റെ എക്സാമ്പിളും ഓർത്ത് വയ്ക്കാം. ഇത് എക്സാമിന് മാത്രമല്ല, നിങ്ങളുടെ ഡെയിലി ലൈഫിനും ഇത് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. അനാൽജസിക്സ് എന്ന് പറയുന്നത് പെയിൻ റിലീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ആൻറ്റിപൈററ്റിക് എന്ന് പറയുന്നത് ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്. ആൻറ്റിസെപ്റ്റിക് മൈക്രോ ഓർഗാനിസങ്ങളെ കൊല്ലാനാണ് ഉപയോഗിക്കുന്നത്. ആൻറ്റിബയോട്ടിക് ശരീരത്തിനകത്തുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഓർത്ത് വയ്ക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ആൻറ്റിപൈററ്റിക്, നമുക്ക് പനി വരുമ്പോഴാണ് നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നത്. അപ്പോൾ പനി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻറ്റിപൈററ്റിക് കഴിക്കുന്നു. അത് ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാരസെറ്റമോള്. അപ്പോൾ പനി വരുമ്പോൾ പൈററ്റിക്സ് കഴിക്കണം, പാരസെറ്റമോൾ. പനി വരുമ്പോൾ പൈററ്റിക്സ് കഴിക്കണം, പാരസെറ്റമോൾ എക്സാമ്പിൾ. അപ്പോൾ പനി വരുമ്പോഴാണ് നമ്മുടെ ടെമ്പറേച്ചർ കൂടുന്നത്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ കഴിക്കേണ്ടതാണ് പൈററ്റിക്. ആൻറ്റിസെപ്റ്റിക്കിൻ്റെ പി യു ആയിട്ട് നിങ്ങൾക്ക് ഒരിക്കലും മാറിപ്പോകത്തില്ല. കാരണം നിങ്ങൾക്കറിയാം ഡെറ്റോൾ ആൻറ്റിസെപ്റ്റിക് പരസ്യത്തിൽ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ പൈററ്റിക് എന്ന് പറയുമ്പോൾ എവിടെയാണ്? പനി വരുമ്പോൾ ഉപയോഗിക്കുന്നു. ഉദാഹരണം പാരസെറ്റമോൾ. അപ്പോൾ പനി വരുമ്പോൾ നമ്മൾ പാരസെറ്റമോൾ കഴിക്കും. പാരസെറ്റമോൾ കഴിക്കുമ്പോൾ പാരസെറ്റമോൾ എന്താണ്? അതൊരു ആൻറ്റിപൈററ്റിക് ആണ്. അത് നമ്മൾ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. ഡെറ്റോൾ ആൻറ്റിസെപ്റ്റിക് മൈക്രോ ഓർഗാനിസങ്ങളെ കൊല്ലുന്നു അല്ലെ. 99.9% കീടാണുക്കളെയും കൊല്ലുന്നു ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള ഡെറ്റോൾ. ആൻറ്റിബയോട്ടിക് ബി, ബോഡിക്കകത്തുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഓർഗാനിസത്തെ കൊല്ലാൻ ഉപയോഗിക്കുന്നത് ആൻറ്റിബയോട്ടിക്. ഉദാഹരണമാണ് പെനിസിലിൻ. എന്തുവാണ്? ആൻറ്റിബയോട്ടിക്. ബോഡിക്കകത്ത് അല്ലേ, ബോഡിക്കകത്ത് നമ്മൾ കഴിക്കുന്നതാണ് എന്ത്? ആൻറ്റിബയോട്ടിക് അല്ലേ. പനി കൂടി ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത്. അപ്പോൾ ബോഡിക്കകത്തുണ്ടാകുന്ന മൈക്രോ ഓർഗാനിസത്തെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ബോഡിക്ക് പുറത്തുള്ള എന്തും മാറ്റൂല എന്നല്ല, ഒരു എക്സാമ്പിൾ കണക്ഷൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. അടുത്ത അനാൽജസിക്സ് ആണ് പെയിൻ റിലീവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണമാണ് ആസ്പിരിൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ ആസ്പിരിൻ മറ്റാവശ്യത്തിനും പാരസെറ്റമോളും ആൻറ്റി അനാൽജസിക് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ബേസിക് ഡെഫിനിഷനാണ് പറഞ്ഞത്. അപ്പോൾ മരുന്നുകളും അതിൻ്റെ ഉപയോഗവും ഒന്ന് അറിഞ്ഞിരിക്കണം. ഒന്നുകൂടെ പറയുകയാണ്, അനാൽജസിക്സ് എന്ന് പറയുന്നത് വേദന സംഹാരികളാണ്. ഉദാഹരണമാണ് ആസ്പിരിൻ. ആൻറ്റിപൈററ്റിക് പനി കുറയ്ക്കുക, ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഉപയോഗിക്കുന്നു, പാരസെറ്റമോള്. ആൻറ്റിസെപ്റ്റിക് ഡെറ്റോള് മൈക്രോ ഓർഗാനിസങ്ങളെ കൊല്ലുന്നു. ആൻറ്റിബയോട്ടിക് ബോഡിയിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഉദാഹരണമാണ് പെനിസിലിൻ. ഇതൊക്കെ പറയുമെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് പാരസെറ്റമോളും ആസ്പിരിനും നമ്മൾ എന്ത് ചെയ്യുന്നു? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നു. അതിൽ പാരസെറ്റമോൾ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്? വേദന സംഹാരിയായിട്ടും അല്ലെ, ടെമ്പറേച്ചർ കുറയ്ക്കുന്നതായിട്ടും വേദന സംഹാരിയായിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ആസ്പിരിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ബ്ലഡ് കൊയാഗുലൻ്റ് ആണ്. ഹാർട്ട് അറ്റാക്കിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ അനാൽജസിക്സ് ആയിട്ട് പെയിൻ കില്ല് ചെയ്യാനും അതുപോലെ ഹാർട്ട് അറ്റാക്കിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? ആസ്പിരിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെയൊക്കെ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ പഠിച്ച ഓർഗാനിക് കോമ്പൗണ്ടുകൾ തന്നെയാണ് ഇവരെന്നൊക്കെ പറയുന്നത്. ഡീറ്റെയിൽസ് ഒന്നും നോക്കണ്ട, ഇതാണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോ ഇത്രയും പറയുമ്പോൾ നമ്മുടെ ഈ മനോഹരമായ ചാപ്റ്ററുടെ അവസാനിക്കുകയാണ്. ഇനി ലെറ്റസ് അസസ് എന്ന് പറയുന്ന ഭാഗത്ത് ഏതാണ്ട് ഒരു 8 ചോദ്യങ്ങളുണ്ട്. ആ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ ഞാൻ എത്താം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.